നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. SP ഷൗക്കത്ത് അലിയുടെ കക്ഷത്ത് DGP അജിത് കുമാറിന്റെ തല. സംസ്ഥാന പോലീസ് സേനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു SP പേരത്തുമ്പിൽ ഒരു DGPയുടെ തല ഉരുളാൻ പോകുന്നത്. KC വേണുഗോപാൽ നിലപാട് കർശനമാക്കിയതോടുകൂടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തകരെ രക്ഷിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെതിരെ തിരിഞ്ഞത്. അജിത്തിനെ വകുപ്പ് തല നടപടി സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്യാൻ നീക്കമുണ്ട്. ഇതിനു മുന്നോടിയായി DGP റവാഡ A ചന്ദ്രശേഖർ നിയമോപദേശം തേടി. നടപടിക്കും മുൻപ് അജിത് കുമാറിൽ നിന്നും DGP വിശദീകരണം തേടും. രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വഴിവിട്ട് ഇടപെട്ടെന്ന ആരോപണം നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥരെതിരായ നടപടി പിഴവില്ലാത്ത വിധമായിരിക്കും നിയമോപദേശം തേടിയത്. ഇതുവരെ DGPയും സംഘവും ചേർന്ന് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലും TP ചന്ദ്രശേഖർ കേസിലും പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയ SP ആണ് AP ഷൗക്കത്ത് അലി. കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായ ഷൗക്കത്ത് അലിക്കെതിരെ CPM നിരവധി തവണ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറുടെ വീട് റെയ്ഡ് ചെയ്തതും ഷൗക്കത്ത് അലിയാണ്. അക്കാലത്ത് മാധ്യമങ്ങളുടെ പ്രധാന സോഴ്സ് ആയിരുന്നു NIA ടീം. IPSന് അദ്ദേഹത്തിന്റെ പേര് 2018 നിർദ്ദേശിച്ചത്. അന്ന് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനായിരുന്നു. മിടുക്കലായ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഷൗക്കത്ത് അലി പേരെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ IPSന് ശുപാർശ ചെയ്തത്. അത് വെട്ടാൻ പിണറായിക്ക് കഴിഞ്ഞില്ല. ലോകനാഥ് ബെഹ്റയാണ് ഷൗക്കത്ത് അലിയെ ശുപാർശ ചെയ്തത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് TP കേസിലെ 2 പ്രധാന പ്രതികളെ ഷൗക്കത്ത് അലി പിടികൂടിയ അന്ന് മുതൽ ഇടതു പാർട്ടികളുടെ കണ്ണിലെ കരടാണ് ഷൗക്കത്ത് അലി. 1995 1ാം റാങ്കോടെ അദ്ദേഹം കേരള പോലീസിലെത്തിയത്. ആരെയും പേടിക്കാത്ത ഉദ്യോഗസ്ഥരെന്ന നിലയിലാണ് ഷൗക്കത്ത് അലി അറിയപ്പെടുന്നത്. CPMനെ പ്രതിക്കൂട്ടിലാക്കിയ TP ചന്ദ്രശേഖർ വധക്കേസിൽ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് PK കുഞ്ഞനന്തനെയും P മോഹനനും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. അന്ന് ഷൗക്കത്ത് അലി തലശ്ശേരി DYSP ആയിരുന്നു. പിന്നീട് ഡെപ്യൂട്ടേഷൻ നേടിയാണ് ഇദ്ദേഹം NIAയിൽ എത്തുന്നത്. സുപ്രധാനമായ പല കേസുകളിലും ഷൗക്കത്ത് അലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പാരീസ് ഭീകരാക്രമണ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അയച്ച അന്വേഷണ സംഘത്തെ നയിച്ചതും ഷൗക്കത്ത് അലിയായിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റാണ് ഷൗക്കത്ത് അലി അറിയപ്പെടുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ വസതി റെയ്ഡ് നടത്തിയത് വിവാദമായിരുന്നു. ബാംഗ്ലൂരിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും കൊച്ചിയിലേക്ക് കൊണ്ടുവന്നതും ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇത് വലിയ വാർത്തയായി മാറി. രക്ഷാപ്രവർത്തനം നടത്തിയ പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരെയും നടപടി അതിവേഗത്തിലാക്കാൻ ചെന്നിത്തല തന്നെയാണ് കരുക്കുകൾ നീക്കിയത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നടുറോഡിലിട്ട് അറസ്റ്റ് ചെയ്ത ഷൗക്കത്ത് അലി IPSനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതും ചെന്നിത്തലയുടെ ബുദ്ധി തന്നെയാണ്. ഗൺമാൻമാരുടെ ജോലി കളയുമെന്ന് ആണയിട്ട് അധികാരത്തിൽ കയറിയ മുഖ്യമന്ത്രിയാണ് സതീശൻ. ഇപ്പോൾ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ട സമാധാനം കണ്ടെത്തിയത് ആഭ്യന്തരമന്ത്രിയാണ്. നവകേരള യാത്രക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരടക്കമുള്ളവർ മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്പെഷ്യൽ ടീം പുനരന്വേഷണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 15/12/2023 നവകേരള പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരടക്കമുള്ളവർ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയ ഒന്ന് തന്നെയാണ്. സംഭവത്തിൽ പുനരന്വേഷണം നടത്താൻ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി 2024 നവംബർ 8 ഉത്തരവിട്ടു. എന്നാൽ അന്വേഷണം നടന്നിട്ടില്ല. അതിനാൽ ഒരു സ്പെഷ്യൽ ടീം ഈ കേസ് അന്വേഷിക്കും. VD സതീശൻ വ്യക്തമാക്കിയ വാക്കുകളായിരുന്നു ഇത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ജയിച്ച KSU നേതാവ് AT തോമസ് ഉൾപ്പെടെയുള്ളവർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ സന്ദീപ് എന്നിവർ കുറ്റം ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ട് നൽകി. കേസ് അവസാനിപ്പിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. ഇതിനാണ് വീണ്ടും പുനരന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. കേസിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാതെയാണ് ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു. തെളിവായ ദൃശ്യങ്ങൾ നൽകാൻ ശ്രമിച്ചപ്പോഴെല്ലാം ക്രൈംബ്രാഞ്ച് DYSP ഒഴിഞ്ഞ് മാറിയതായിരുന്നു ആക്ഷേപം. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാൻമാർ അകമ്പടി വാഹനത്തിൽ ഒളിപ്പിച്ച വടിയുമായി റോഡിലിറങ്ങി പ്രതിഷേധക്കാരുടെ തല തല്ലി തകർത്തത് പോലീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് വിലയിരുത്തൽ. കണ്ണൂരിലും ആലപ്പുഴയിലും വാഹനത്തിൽ നിന്നിറങ്ങി KSUക്കാരെ തല്ലാൻ മുന്നിൽ നിന്ന ഗൺമാൻ ഇടുക്കിയിൽ ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം സദാസമയവും ഉണ്ടാവുക എന്നതാണ് ഗൺമാന്റെ ചുമതല.
ചുമതല. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി കഴിഞ്ഞ് എക്സ്കോർട്ട് വാഹനത്തിൽ നിന്ന് റോഡിലിറങ്ങി പരാക്രമം കാണിക്കുന്നത് നിയമവിരുദ്ധമാണ്. പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്ന് തന്നെ വീശിയടിക്കാൻ കഴിയുന്നതുമായ ഒടിയാത്ത ദണ്ഡാണ് ഗൺമാൻമാർ മർദ്ദനത്തിനായി ഉപയോഗിച്ചത്. ഇതിൽ മുഖ്യമന്ത്രിക്കുള്ള സുരക്ഷാ വീഴ്ചയ്ക്കും ഗൺമാൻ കാരണമായി. അവിടെയാണ് ചെന്നിത്തല ഗോളടിച്ചത്. ആരും വിചാരിച്ചാലും അജിത്തിനെ തൂക്കും എന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു തർക്കവുമില്ല. ബൗക്കോ MD ആയ അജിത് കുമാറിന് ഈ മാസാവസാനം DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് അതിനു മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അജിത് കുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 2 ഗ്രേഡ് SI-മാരുടെ അനധികൃത ഇടപെടലും കേസ് അന്വേഷിച്ച SIT കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെയും വകുപ്പ് നടപടി വരും. ഏതായാലും DGP ആവാനുള്ള അജിത്തിന്റെ മോഹം തുലാസിലായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച സുരക്ഷാ സംഘത്തെ കേസിൽ നിന്ന് രക്ഷിക്കാൻ അജിത് കുമാർ വഴിവിട്ട് ഇടപെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് DGPയുടെ പക്കലുണ്ട്. ഇത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയിട്ടില്ല. നിയമോപദേശം കൂടി ഉൾപ്പെടുത്തി വകുപ്പുതല നടപടി സംബന്ധിച്ച ശുപാർശ സഹിതമാകും DGP റിപ്പോർട്ട് കൈമാറുക. ആഭ്യന്തരമന്ത്രിക്ക് ഫയൽ കൈമാറിയാൽ ഉടൻ തന്നെ നടപടിയും ഉണ്ടാകും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർ എത്ര ഉന്നത ഉദ്യോഗസ്ഥരായാലും നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. നിരപരാധികളെ തല്ലിച്ചതച്ചവരെ സംരക്ഷിച്ചതാണോ DGP ആകാനുള്ള യോഗ്യത? കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇതാണ് സർക്കാരിന്റെ നയം. അജിത് കുമാറിനെതിരെയുള്ള നടപടി വൈകുന്നതിനെതിരെ KC വേണുഗോപാൽ MP ഉൾപ്പെടെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയും ഉണ്ട്. DGP-യായി സ്ഥാനക്കയറ്റം ലഭിക്കാനാണ് നടപടി വൈകുമെന്നതാണ് ആരോപണം. അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടതും നടപടി വേണമെന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിലപാട്. കേസ് അട്ടിമറിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാർ ഇടപെട്ടു എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചുവരുത്തി കേസ് ഡയറി തിരുത്തിയെന്ന മൊഴിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള SIT 23-നാണ് പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടില്ല. അടുത്തയാഴ്ച കൈമാറുമെന്നാണ് സൂചന. റിപ്പോർട്ട് ചോദിച്ച് വാങ്ങേണ്ടതിലും പോലീസ് മേധാവിയുടെ പരിശോധനയ്ക്ക് ശേഷം കൈമാറുമെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. ഇത് കിട്ടിയാൽ നടപടി പാഴ്സലായി വരും. രക്ഷാപ്രവർത്തനം കൂടാതെ തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നീ വിഷയങ്ങളിൽ കോൺഗ്രസ് ADGP-ക്കെതിരെ അന്ന് രംഗത്തെത്തിയിരുന്നു. അഗ്നിരക്ഷാ സേനാ മേധാവി DGP നിതിൻ അഗർവാൾ 31-ന് വിരമിക്കുകയാണ്. അതോടെ DGP പദവിയിലേക്ക് അജിത് കുമാർ പരിഗണിക്കപ്പെടും. എന്നാൽ രക്ഷാപ്രവർത്തന കേസിൽ അതിനു മുൻപേ നടപടിയുണ്ടായാൽ സ്ഥാനക്കയറ്റം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ സംഘവും KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലാണ് റിപ്പോർട്ട് തിരുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ ഓഫീസിൽ SIT സംഘം പരിശോധന നടത്തിയത്. ഓഫീസിലെ സന്ദർശക രജിസ്റ്ററും CCTV ദൃശ്യങ്ങളും SIT സംഘം പരിശോധിച്ചു. പോലീസ് ക്ലബായ അഗസ്ത്യയിലെ റൂമും രജിസ്റ്ററും സംഘം പരിശോധിച്ചു. കേസിന്റെ ആദ്യഘട്ട അന്വേഷണം അട്ടിമറിക്കാൻ ADGP ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ ശ്രമങ്ങളുടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രധാന ലക്ഷ്യം.